മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM-ലെ രാഷ്ട്രീയ ചർച്ചകൾ കൂടിയാണല്ലോ. വി അരുൺ, CPM-ൽ നമുക്കറിയാം ചരിത്രത്തിൽ വലിയ ഒരു പരാജയം, കേവലം 26 MLA-മാരിലേക്ക് പാർട്ടി താഴുകയാണ്. വലിയ പരാജയമാണ്, സംശയമില്ല. കണ്ണൂരിലെ വലിയ വലിയ കോട്ടകളിൽ പോലും ഇളകിയ CPM അവരുടെ തട്ടകങ്ങളിൽ പരാജയപ്പെടുന്നു, അവരുടെ കോട്ടകൾ കൈവിടുന്നു. അങ്ങനെ പാർട്ടി എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ CPM ഇല്ലാതായ പശ്ചാത്തലമുണ്ട്. അതിനെ അതിജീവിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കും എന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വിലയിരുത്തലൊക്കെ വന്നിരുന്നു. അത്തരം പരിശോധനകളൊക്കെ ആരംഭിക്കും. സ്വാഭാവികമാണ്, നേരത്തെയും പല തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പാർട്ടി കൂടിയാണ്. ഇനി എന്താണ് ഈ ഒരു തകർച്ച അവരെങ്ങനെയാണ് കാണുന്നത്? പിണറായി എന്ന ഒറ്റ നേതാവിലേക്ക് ഇതിൻ്റെ മൊത്തം പഴിയും ചാരുമോ പാർട്ടി നേതാക്കൾ? അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതിന്റെ ഒന്നാം നമ്പർ പിണറായി വിജയനായിരുന്നു. കേരളത്തിൽ CPM-ന്റെയും സർക്കാരിന്റെയും ഒക്കെ സ്വാഭാവികമായും പരാജയത്തിന്റെയും ഒന്നാം നമ്പർ കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാകും, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാകും. ഒരുപക്ഷെ ഇത്രയധികം ക്ഷേമ വികസന പ്രവർത്തനം ചെയ്ത സർക്കാരുകൾ സമീപകാലങ്ങളില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ പ്രധാനികൾക്ക്, മുഖ്യമന്ത്രി അടക്കം സർക്കാരിന്റെ തലപ്പത്തുള്ളവർക്ക്, പാർട്ടിയുടെ തലപ്പത്തുള്ളവരുടെ പെരുമാറ്റം, അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ സമീപനം, അധികാര കേന്ദ്രങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ധാർഷ്ട്യം ഒക്കെ വലിയ ചർച്ചയായി മാറി എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പറയുന്നത് പോലെ ഈ വോട്ടുകൾ പൂർണ്ണമായും UDF-ന്റെ വോട്ടുകളല്ല വിജയത്തിലേക്ക് എത്തിച്ചത്. വലിയൊരു വിഭാഗം CPM വോട്ടുകൾ, അടിയുറച്ച CPM കോർ വോട്ടുകൾ പോലും UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കണ്ണൂരിലെ വോട്ടിംഗ് പാറ്റേൺ ആണ്. ധർമ്മടം പോലെ ഏറ്റവും വലിയൊരു ശക്തമായ മണ്ഡലത്തിൽ പിണറായി വിജയനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന, 1998 മുതൽ 18 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു നേതാവ് 6 റൗണ്ട് UDF-ന്റെ താരതമ്യേന കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രം അറിയപ്പെടുന്ന നേതാവിന് മുന്നിൽ പിന്നിൽ പോകുന്നുവെങ്കിൽ എത്രമാത്രം എതിർവികാരം അവിടെ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം, പ്രതിപക്ഷത്തിന്റെ വോട്ട് സമാഹരണം, BJP-യുടെ നീക്കങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും എത്രത്തോളം എതിർവികാരം പാർട്ടിക്കുള്ളുണ്ടായിരുന്നതിന്റെ ഒന്നാമത്തെ തെളിവായി അത് കാണണം. അവിടെയാണ് പിണറായി വിജയന്റെ 1,00,000 ഭൂരിപക്ഷം 20,000-നടുത്ത് കഷ്ടിച്ച് എത്തിയത്. 6 റൗണ്ട് അദ്ദേഹം പിന്നിൽ പോയത് അത് CPM-ന്റെ ഹാർഡ് കോർ വോട്ടുകൾ, അണികളുടെ വോട്ടുകൾ തന്നെ ഒഴുകിപ്പോയി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മറ്റൊന്ന് മട്ടന്നൂരാണ്. 1,00,000-ൽ പരം വോട്ടുകൾക്ക് KK ശൈലജ ജയിച്ച, അതിനു വലിയ വിജയത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ VP ജയരാജനൊക്കെ ജയിച്ച മണ്ഡലം. അവിടെ പല ഘട്ടങ്ങളിലും VK സരോജ എന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പിന്നിൽ പോയും തിളക്കം കുറഞ്ഞ ഒരു വിജയത്തിലേക്ക് വന്നുവെങ്കിലും അവിടെയും പാർട്ടി വോട്ടുകൾ എവിടെ പോയി? അത് കേവലം അനുഭാവി വോട്ടുകളോ ഇടത് പക്ഷ അഭിമുഖികൾ വോട്ടുകളോ മാത്രമല്ല, അവിടെയും CPM-ന്റെ കോർ വോട്ടുകൾ ചോർന്നു പോയിരിക്കുന്നു. പയ്യന്നൂരിൽ 1,00,000-നടുത്ത് ഭൂരിപക്ഷം TI മധുസൂദനൻ കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ്. അതേ സ്ഥാനാർത്ഥിയെ വലിയ വിമർശനങ്ങൾക്ക് ഒടുവിലാണ്, വീണ്ടും നിരവധി ആരോപണങ്ങൾക്കൊടുവിലാണ് മധുസൂദനനെ വീണ്ടും അവിടെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതരായി UDF മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ എന്ന ജില്ലാ നേതാവ് മാത്രമായ ഒരാൾ അവിടെയാണ് അട്ടിമറി വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും CPM ചരിത്രത്തിൽ തോറ്റിട്ടില്ലാത്ത മണ്ഡലമാണ്. അവിടെയാണ് രൂപീകരണ തോറ്റിട്ടുള്ള മണ്ഡലമാണ്. അവിടെയാണ് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും ഒരു വലിയൊരു ഭാഗം മധുസൂദൻ എന്ന വിമത സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണനിലേക്ക് പോയത്. തളിപ്പറമ്പാണ് മറ്റൊരു മണ്ഡലം, ഏറ്റവും നിർണായകമായ മണ്ഡലമാണ്. അവിടെ തോൽവിക്ക് കാരണക്കാരെന്ന് വിജയശില്പികൾ എന്ന് പറയും, സംസ്ഥാനത്തെ UDF വിജയശില്പികൾ എന്ന് പറഞ്ഞ പോരാളി ഷാജിയെ പോലെ എപ്പോഴും CPM-ന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പേനയുന്തുന്ന, നിലപാടെടുക്കുന്ന ആളുകൾ പോലും ഒരു പോസ്റ്റ് ഇട്ടത് MV ഗോവിന്ദനെയും ഭാര്യ PK ശ്യാമളയുമാണ്. അവിടെ MV ഗോവിന്ദന്റെ കടുത്ത വികാരം കണ്ണൂരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ തോൽവിയുടെ, ഒരുപക്ഷെ കണ്ണൂരിലെ തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ശ്യാമളയുടെ സ്ഥാനാർത്ഥം മാറിയിട്ടുണ്ട്. അതും പാർട്ടി വോട്ടുകൾ തന്നെയാണ്, പാർട്ടി അണികളിൽ നിന്ന് പോയ വോട്ടുകൾ തന്നെയാണ്. തൃക്കരിപ്പൂറും ഉദുമയും പോലുള്ള കാസർകോട്ടെ മണ്ഡലങ്ങൾ, അവിടെ സമാനതകളില്ലാത്ത തിരിച്ചടിയിലേക്ക് CPM പോകാൻ കാരണവും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ശക്തമായ എതിർവികാരം തന്നെയാണ്. ആലപ്പുഴയിൽ കണ്ടത് അതാണ്. G സുധാകരൻ UDF-ലേക്ക് പോകുമ്പോൾ അവിടെ മാത്രമല്ല, G സുധാകരനെ എതിര് നിന്ന, G സുധാകരൻ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാക്കൾ ഓരോരുത്തരായി, അത് പ്രതിഭയായാലും PP ചിത്തരഞ്ജനായാലും സലാമായാലും ഒക്കെ തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുന്ന ആലപ്പുഴ കണ്ടതാണ്. കൊല്ലം CPM-ന്റെ പാർട്ടി കോട്ടയാണ്. ഒരുപക്ഷെ കണ്ണൂരിനേക്കാൾ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്. അവിടെ വലിയ തിരിച്ചടി നേരിടുന്നു. പക്ഷേ തൃശ്ശൂരും പാലക്കാടും പിടിച്ചു നിൽക്കാനായതാണ് CPM-ന് ആശ്വാസമായത്. തിരുവനന്തപുരവും പ്രതീക്ഷിച്ച അത്ര വിജയത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും 5 സീറ്റുകൾ അവിടെയും CPM-ന് ഇടതുമുന്നണിക്ക് ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ച നേതാക്കൾക്കെതിരെയുള്ള കൂടി സർക്കാരിന് മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം
സ്വാഭാവികമായും CPM-നുണ്ട്. പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, നമുക്കറിയാം ജയിച്ച നേതാക്കളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ മാത്രം മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാവുന്ന ഒരാൾ. പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാര്, അതോ പിണറായി തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുമോ? അത്തരം ചർച്ചകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഇപ്പോൾ? അത്തരം ചർച്ചകൾ ഇതുവരെയും CPM-ൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നാളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിലൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ധാരണ ഉണ്ടായേക്കാം. പിണറായി വിജയൻ പൂർണ്ണമായും മാറി നിൽക്കുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോഴും പാർട്ടി എത്തിയിട്ടില്ല. കാരണം ഈ പാർട്ടിയെ ഈ വലിയ സംഘടനാ പ്രശ്നങ്ങളിൽ അടിപ്പെട്ടിരുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുവരികയും തുടർ ഭരണങ്ങളിലേക്ക് എത്തിച്ചതുമൊക്കെ പിണറായി വിജയനാണ്. സ്വാഭാവികമായും അതിന്റെ അധപ്പതന കാലത്തും അദ്ദേഹം അതിൽ മുൻനിരയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പൂർണ്ണമായും ഈ നേതൃസ്ഥാനം മാറി പിണറായി പിന്മാറില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ പിണറായി വിജയൻ വീണ്ടും ഇടതുകളുടെ നേതൃതലത്തിലേക്ക് വന്നേക്കാം. അവിടെ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രതിപക്ഷ നേതാവായി ക്ലിഫ് ഹൗസിൽ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി എത്തിയേക്കാം. അങ്ങനെയല്ല, മാറി നിൽക്കാൻ തന്നെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്ന നിലപാടിലേക്ക് പിണറായി പോയാൽ ഒരുപക്ഷെ അവിടെ പിന്നീട് പരിഗണിക്കാൻ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗമായ, വളരെ നേരിയ ഭൂരിപക്ഷമാണ് ജയിച്ചതെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്ന KN ബാലഗോപാലാകും. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ ധനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ബാലഗോപാലിലേക്ക് ആ ചോയ്സ് എത്തിച്ചേരും. അല്ലെങ്കിൽ പിന്നീട് സംസ്ഥാന സെക്രട്ടറികളായ സജി ചെറിയാനും മുഹമ്മദ് റിയാസും ഒക്കെ ആണ് ഉള്ളത്. അവരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിണറായി വിജയൻ ആകാൻ തന്നെയാണ് ഒരുപക്ഷെ സാധ്യതയുള്ളത്. അങ്ങനെ ഇല്ലെങ്കിൽ പിണറായി മാറി നിൽക്കാൻ തയ്യാറായാൽ KN ബാലഗോപാലിലേക്ക് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്താനാണ് സാധ്യത. അത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാകും അത്തരം തീരുമാനങ്ങളും ചർച്ചയും ഒക്കെ ഉണ്ടാവുക. പിണറായി വിജയൻ 11 മണിയോടുകൂടി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം നാളെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. M സ്വരാജിന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് MV ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ വന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പിണറായി വിജയന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. എന്തുകൊണ്ട് തോറ്റു? സാധാരണ പറയും പോലെ ഈ ന്യൂനപക്ഷ ഏകീകരണമൊക്കെ പറഞ്ഞ് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ന്യൂനപക്ഷ മേഖലകളിൽ മാത്രമല്ല CPM അമ്പയെ പരാജയപ്പെട്ടത്. CPM ഒലിച്ചുപോയത് ഭൂരിപക്ഷ മേഖലകളിലും പാർട്ടി കോട്ടകളിലുമൊക്കെ പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, വർഗീയ കാർഡിറക്കി UDF വിജയിച്ചു എന്ന പതിവ് ന്യായത്തിൽ മാത്രം ഈ തോൽവിയുടെ കാരണം പറഞ്ഞു നിൽക്കാൻ CPM-ന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അതാണ് സാഹചര്യം. CPM-ലും ചർച്ചകൾ പുരോഗമിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.